നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത് 3D മോഡലിങ്ങിൽ ഒരു പുതിയൊരു മോഡലിംഗ് ആണ്. അതിനായി നമുക്ക് സ്പേസ് ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഇങ്ങനെ ഒരു ക്യൂബ് ആദ്യം ഉണ്ടാവില്ലേ? ക്യൂബിനെ കളയാനായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഡിലീറ്റ് വയ്ക്കാൻ ഒന്നും ഉണ്ടാവില്ല. അവിടെ ലൈബ്രറിയിൽ നമ്മൾ കയറുക. അതിനുശേഷം മറ്റേ ഇത് വേൾഡ് നമുക്കൊന്നെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണതെന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഫോറസ്റ്റായിട്ടുള്ള സംഭവമാണ് സ്ഥലം. ഓക്കെ, ഇതാണ് ഫോറസ്റ്റ്. ഇതാണ് ഫോറസ്റ്റ്. നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക, ഇങ്ങനെ ചെറുതാക്കുക, സ്ഥലത്ത് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇവിടെ 2 മനുഷ്യന്മാരുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫോറസ്റ്റ്. നമുക്കിതിൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാം. ഇത് ഇയാൾ ഇത്രയും കൂടി മുന്നോട്ടേക്ക് കയറ്റാം. ഓക്കെ, നമ്മൾ ലൈബ്രറി എടുക്കുക, മറ്റേ ഇതിലേക്ക് പോവുക. കുറച്ചും കൂടി ഇത് മോഡിഫൈ എന്ന് പറഞ്ഞ ആനിമൽസാണ്. കുറച്ച് കൂടുതൽ ആനിമൽസ് വേണം. നമുക്ക് ജിറാഫും ഇത് എലഫൻറ്റും മാത്രമേ ഉള്ളൂ നിറമുള്ള ആനിമൽസായിട്ട്. എലഫൻറ്റിന് ഈ സെയിം വലിപ്പം ആയിക്കോട്ടെ, കാരണം ഇത്രയും വലിയ എലഫൻറ്റാണ് ഈ ലോകത്തുള്ളത്. അതുകൊണ്ട് ഈ എലഫൻറ്റിനെ എവിടെ നിർത്തും? ഇവന്മാരുടെ പുറത്ത് അത്ര ഇതൊന്നും ഉണ്ടാവില്ല. ഇവിടെയാണോ? ഇവിടെ നിന്നാൽ കുഴപ്പമുണ്ടാവുമോ? അതല്ല, വീടിൻ്റെ ഉള്ളിൽ ആയിപ്പോവും. ഓക്കെ, ഇപ്പോൾ ഒരു ആന അവിടെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലും വലിയ ആളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ജിറാഫ്. ഇവന് ഈ സെയിം വലിപ്പം തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ജിറാഫ്. ഒന്നില്ല സ്ഥലത്ത്. ഓക്കെ, ഇനി നമുക്ക് നിർത്താം. ഓക്കെ, ഇതാണ് നമ്മുടെ ജിറാഫ്. തലയൊക്കെ ഇടിച്ച് അതുവരെയാണ് നമ്മുടെ ജിറാഫ് ഇരിക്കുന്നത്. ജിറാഫ് കുട്ടപ്പൻ അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫോറസ്റ്റാണിത്. ഇതേ കണ്ടോ, ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ഉൾഭാഗം എടുക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഇങ്ങനെ ഒരു അനിമേഷൻ പോലെയാണിത്. ഇതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് ഇത്രയൊക്കെയാണുള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നേ. ഇനിയും പറ്റും, ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മനുഷ്യന്മാരെയാണ്. ഈ ക്യാരക്ടർ 4-ലുള്ളത് ക്യാമ്പിങ്ങിന് ആൾക്കാരെ പോലെയൊക്കെയുള്ള ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ഇവനൊക്കെ നല്ലതാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കുഴപ്പമില്ല. ക്യാമ്പിങ്ങിന് വന്നതെന്ന് മനസ്സിലാവും. പക്ഷെ വെളുപ്പം ഇത്തിരി കുറയ്ക്കണം. ചുമ്മാ പോലത്തെ ഒരു സൈസ് വരണം. ഇത്തിരിയും കൂടെ വലുതാവട്ടെ. അതിൽ കുറച്ച് അഡ്വഞ്ചറാസ്റ്റിക്കായ ആളെ പോലെയാണിത്. നമുക്കെന്ന് ഇയാളിത്തിരി മുകളിലൊക്കെ കയറ്റാം. ഇയാളെ മുകളിൽ പ്ലേസ് ചെയ്യാം. ഇയാളെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്ത് നോക്കാം. നല്ല രസമായിരിക്കും കാണാൻ. ഇയാൾ പൊറുക്കണ കാണാൻ അവിടെ. എന്തോ പറ്റി. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് പുതിയൊരാളെ വേണ്ടത്.
നമുക്ക് ഇങ്ങനെ സൈഡായിട്ട് ചെരിച്ചെടുക്കാം. ഇത് കുറച്ചും കൂടി ഇതായതുകൊണ്ട് വീഡിയോ ഓക്കെ. ഇപ്പോൾ നേരൊക്കെ ആയി വന്നിട്ടുണ്ട്. നിലത്ത് വെക്കടേ, ഒന്ന് നിലത്ത് ഓക്കെ. എല്ലാം മനസ്സിലായി. അങ്ങനെ ലോകത്തൊരു ഏറ്റവും വലിയ മൃഗങ്ങൾ ജിറാഫിന് ഇത്രയും കൂടി ടോളസ്റ്റ് വേണം. ഇത്രയും വലിയ ജിറാഫൊക്കെ ഉണ്ടോ? ഇനി അടുത്തത് മരം. മരം ജിറാഫിൻ്റെ മൊത്തം അങ്ങോട്ടൊക്കെ ചേർന്നു. ചികിത്സ നടക്കുന്നു. കാര്യങ്ങൾ ഒരു പ്രശ്നമില്ലാതെ അവസാനിക്കും. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നിന്റെ ഈ പേടിയൊക്കെ കാണുമ്പോ കരയണോ ചിരിക്കണമെന്ന് അറിയാൻ വയ്യ. നീ സമാധാനമായിട്ടിരിക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞത്. നമുക്ക് ഈ ഫയല് സേവ് ചെയ്ത് നോക്കാം. പേര് നമുക്കിടാം ഫോറസ്റ്റ്. സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കെന്നാൽ വേറെ ഇത് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വേൾഡ്, വലിയ വേൾഡാണ്. അടുത്ത് നമുക്ക് വേൾഡിനായി പറ്റി ഇതൊന്നും സെറ്റപ്പൊന്നും കാണാനില്ല. അതുകൊണ്ട് ഇത് മതി. ഓക്കെ, അങ്ങനെ ഇതവിടെ ടെലിപ്പോർട്ടായിട്ടുണ്ട്. അടുത്ത് സന്തോഷം കിട്ടുള്ളൂ അല്ലേ? ഞാൻ വീട്ടിലേക്ക് പോകും. പോയിട്ട് ഉടനെ വരണം. എന്റെ കടമ കഴിഞ്ഞു. ഇത്രയും ആഴുണ്ടായിരുന്നു. പത്രവാർത്ത അറിയണമല്ലോ. പത്രവാർത്ത പിന്നെ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. പത്രവാർത്ത മറ്റേ ഈ പയ്യൊന്നും കാണണം. ഇപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കണമായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് അവിടെ വേണ്ടത് എന്തെങ്കിലും ഒരു വണ്ടി, ടാക്സിയൊക്കെ ആണല്ലേ ഈ റോട്ടിൽ. അപ്പോൾ ടാക്സിക്കായിട്ട് കാഴ്സ് ഈ ഒക്കെ കാറില്ല എന്നല്ലേ തോന്നുന്നത്. പിന്നെ ഇതിന് മറ്റേ ഇതാണല്ലോ, പൈസ വേണം. നമുക്കപ്പോൾ തൽക്കാലത്തേക്കിപ്പോൾ കാർ ഇതെടുക്കാം. ഇത് നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണൂലേ? ഈ കാറിൻ്റെ ഇങ്ങനെ ഇരുന്നേക്കണേ, ഇത് വണ്ടി ഇടിച്ചാ എന്നാ എന്നാ ഇത്രയും ചെറുതായിപ്പോയ. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാട്ടോ. നമുക്ക് UV എഡിറ്റർ എന്താന്ന് നോക്കിയാലോ. പിന്നെ ഇങ്ങനെ എടുക്കുക, പ്ലാൻ എടുക്കുക, ഇതെടുക്കുക, പിന്നെയും പ്ലാനർ ഭാഗം എടുക്കുക.
അതെന്ന് പറഞ്ഞാൽ കുട്ടികൾ കൊടുക്കുക. മറ്റുള്ളവരൊക്കെ നിർത്തിട്ട് പോകുന്നതാ. ജോലിയുണ്ട്. പിന്നെ ഇവർക്ക് വേറെ വല്ലതും കൊടുക്കുക. ഇങ്ങനെ നോക്കാം. ഇത് ഹോസ്പിറ്റലാ. ഒന്നുമില്ല, പേടിക്കണ്ട. നമ്മുടെ കാരണം നമുക്ക് വലിയ ഇതൊന്നും വേണ്ട, നമുക്ക് സൈസ് ഇത്രയൊക്കെ ആക്കിയേക്കാം. ഇതാണ് എൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. വൺ മിനിറ്റ് ഗൈസ്, ഇതൊരു പ്രശ്നം പറ്റി. തെറ്റിപ്പോയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി എടുക്കാം കേട്ടോ. അല്ല, ഇത് വേൾഡ് നമ്മളാണെങ്കിൽ ചെയ്തത് എന്തോ ഒരു മിസ്റ്റേക്ക് ഒന്നാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ട് ഈ സംഭവം. തുടങ്ങിയപ്പോഴേ 3 പേര് പോയ പിന്നെ ബാക്കി എല്ലാം പോയി. ലോകത്തിലെ കപ്പ കിട്ടുന്നത്. മറ്റേ ഇല്യൂഷൻ സംഭവം. ചാമ്പ്യൻഷിപ്പ് അവസാനം വരുമ്പം അവരുടെ കളിയൊക്കെ കണ്ടില്ല. പക്ഷേ ഇതിന് മുമ്പുള്ളവരെ മുഴുവൻ താറെത്തിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരെ ഒരാളെ പിണറായി ഇതുകൊണ്ടെങ്ങോട്ട് പോയിട്ട് അവർ വഴി പോയി കുന്നംകുളത്തെ രക്ഷിക്കാൻ പോയി തേച്ചേരി വഴി ചാടി ചാവക്കാട് അങ്ങനൊരു ഇതൊക്കെ തരണം, നോക്കണം. ഓക്കെ, യെസ്, അങ്ങനെ നമ്മളിത് കണക്ട് ചെയ്തു. എന്നാലും കണക്റ്റായിട്ടില്ല. ഇപ്പം കണക്റ്റായിട്ടുണ്ട് ഏകദേശം. ആദ്യം 3 പേര് പോയാൽ പിന്നെ കണക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ ഇത് നല്ല ഇതായിരിക്കും, നല്ല സ്പോട്ട്. സിറ്റി എലമെന്റ്സ് നമുക്കടുത്തത് വേണ്ടത് ഇങ്ങനെ സൈഡിൽ ബിൽഡിങ്സ് ആണ്. ഒരു ബിൽഡിങ് എടുത്തു. ഓക്കെ, ഇത് എന്ത് വലിയ ബിൽഡിങ്ങാണ് ഇത്? ഇത്ര ബുർജ് ഖലീഫയോ? ലോകത്തിൽ ഏറ്റവും വലിയ പോയി മൂത്രം വെച്ചിട്ട് പരിക്കാതെ പോയിട്ട് വെച്ചു ഇതൊക്കെ സ്ലൈഡൊക്കെ താഴെ കിടക്കുന്നു. ഇവിടെ ഇരിക്കുന്നു. ഇതൊക്കെ അത് അമ്മേൻ്റെ അവിടെ കിടപ്പുണ്ട്, മൂത്രം വെച്ചിട്ട് കിടക്കും. ഇല്ലേ ഒരിക്കലും ഉണരാത്ത ഉറക്കം കിട്ടാൻ നിങ്ങൾ
അടുത്തതൊക്കെ നമ്മൾ ബിൽഡിങ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതൊക്കെ പിന്നെ സ്പേസോ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. ശരി, ഓക്കെ ഡോക്ടർ. ഈ കാറ് കൊള്ളാലോ. ഈ കാർ നമുക്ക് വെച്ചാലെന്നാ ഇവിടെ നമ്മുടെ വേൾഡല്ലേ, അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ വെക്കാൻ പറ്റുമല്ലോ. പേടിക്കണ്ട, ഇതൊരു നല്ല സിംറ്റമാണ്. ധൈര്യമായിട്ടിരിക്കും. നേരത്തെ വിളിക്കുന്നത് നന്ദു ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ ചേച്ചി. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ കുടിച്ചോളാം. ചേച്ചി, ആശുപത്രിയിൽ എന്തൊക്കെ അവസ്ഥ? ആശുപത്രിയിലെ അവസ്ഥയോ എന്നുള്ളതുപോലെ തന്നെ. രോഗികൾ വരും, ഭേദമായവർ പോകും, ഡോക്ടേഴ്സ് ജോലി ചെയ്യും. നീരയുടെ അവസ്ഥയേക്കാൾ കഷ്ടമാണല്ലോ നിന്റെ അവസ്ഥ. ഇത്ര മരക്കട്ടില്ലാത്ത കുട്ടിയാണോ നീ? മെഡിസിൻ എടുത്തിട്ടുണ്ട്. രാത്രി നീ സ്വപ്നം കണ്ട് വിളിച്ചത് എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ? മോശമല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇനി ബുദ്ധിമുട്ടിക്കരുത്. നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ വരുന്നത് വരുമ്പോലെ വരും. അങ്ങനെ മനുഷ്യരൊക്കെ നിൽക്കുന്നത് നമ്മുടെ വേൾഡിൽ. അടുത്ത നമ്മുടെ വേൾഡിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ ഔട്ട് സൂം ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു സംഭവം വേണ്ട. അല്ല, ഇങ്ങനെ ഒരു സൂം ചെയ്യും. ഓക്കെ, ഇനിയാണ് നമ്മുടെ പ്ലെയിൻസ്. എന്തായാലും ഒരു ദിവസം കഴിഞ്ഞല്ലോ, ഇനി ഒന്നും പേടിക്കണ്ട. അത് എന്നോടല്ല, നിന്റെ ഭാര്യയോട് പറഞ്ഞു. ഇവളെ കാര്യം പറഞ്ഞത് മനസ്സിലാക്കാൻ. പേടിയും വിറയിലും കുളിരും പനിയും ഒക്കെ ആയിരുന്നു. ഒരു കാര്യം ചെയ്യും, നീ അവളോട് പറയാനുള്ളത് റെക്കോർഡ് ചെയ്തു. ഇവൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കേൾക്കട്ടെ. ഒരു സമാധാനം കേട്ടതില്ല നന്ദു. എനിക്കൊന്നും അറിയില്ല. നീയുടെ കാര്യം അറിഞ്ഞപ്പോൾ മുതല് ഒരു വെപ്രാണമായിരുന്നു. തുടക്കത്തില് സ്വപ്നം കണ്ടു, നിലവിളിക്കൊക്കെ ചെയ്തു. അതാണല്ലോ പേടിയെന്ന് ഇപ്പോൾ പറയും. വെറുതെ തമാശ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഒരു പട്ടീനെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ കേരള എന്നാണ് ഞാൻ ഇടാൻ പോണത്. നമ്മുടെ കേരള, നമ്മുടെ സ്വന്തം കേരളമായിട്ടാണ്. അപ്പം എൻ്റെ വീട്ടിലിങ്ങനെ പട്ടിയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ പട്ടീൻ്റെ ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ എല്ലാവരും. ഒരു പട്ടി ഇങ്ങനെ തെരുവ് നായ ആയതുകൊണ്ട് ഇവിടെ തെരുവിലൊക്കെ നിർത്താം. ഇവിടെ ഈ ഫുട്പാത്തിൽ നിർത്താം. അതെങ്ങനെ നിർത്താം, കറക്കിയെടുക്കാം. അയ്യോ, അങ്ങനെ ഞാൻ മേളിൽ നിന്ന് വറക്കണമായിരുന്നു. ഓക്കെ, അയ്യോ അതൊന്നും വരും. രണ്ടാമത് അത് അവർ കേൾക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരമാണ്. അല്ലെങ്കിൽ
ഇതാണ് നമ്മുടെ പട്ടിക്കുട്ടൻ. നമുക്ക് ആ പട്ടിക്കുട്ടന് കളറടിക്കണ്ടേ അടുത്ത നമ്മൾ, അതുകൊണ്ട് ഇനി ടെക്സ്ചർ പെയിൻ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കളറെന്ന് പറഞ്ഞാൽ മറ്റേ ഇത് തന്നെ, ഇത് ബ്രൗണല്ല വേണ്ടത്. ബ്രൗണിന് എടുക്കാൻ ഓറഞ്ച് എടുത്ത് ഈ ഒരു കളർ, യെസ് ഈ കളർ തന്നെ. സമ്മാനിച്ചത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആൾക്കൂട്ടത്തിന് കാരണമായി മാറിയപ്പോൾ ഇതെല്ലാം വ്യക്തി സമ്മാനിച്ചത് ആരാണെന്നോ ഇനിയും ചെയ്തോണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇനി ഇത് കുറച്ച് ചെയ്യാൻ ഇത്തിരി റിസ്ക്കാണ്. യെസ് നമ്മളിത് ഡെഡഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മറ്റേ സംഭവം കാണാണ്ട് കിട്ടും, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണം. ഇവിടെ തെരുവുനായ ഇങ്ങനെ ഇരിക്കട്ടെ തൽക്കാലം. അങ്ങനെ തെരുവായൊക്കെ ലോകത്തുണ്ടല്ലോ. അങ്ങനെ ആകാശം ഇതാണ് നമ്മുടെ വേൾഡിന്. നമുക്ക് സേവ് ചെയ്യാം. ഇതിൻ്റെ പേരാണ് ന്യൂ വേർഷൻ കേരള. ഓക്കെ.